ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു പയ്യൻ വിളിച്ചു, ചേച്ചി ഇങ്ങനെ അറിഞ്ഞു എന്താണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ സേഫ് ആണെന്ന് പറയലും രണ്ടാമത്തെ വരവ്. ഞാൻ പറഞ്ഞു എടാ രണ്ടാമത് പോയിട്ട് ഞങ്ങൾ പോവാട്ടോ, എല്ലാരോടും പറയണേ ഞാൻ പോവാണ് പറഞ്ഞു. ഇത് പറയലും പിന്നെ വീടിങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഭഗവാനെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് പിന്നെ ആ വരവ് ഒരു അരമണിക്കൂറോളം അങ്ങനെ നിന്നു. ഞങ്ങൾ അങ്ങനെ എന്തായാലും പോവല്ലേ, നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ ഞങ്ങൾ കെട്ടിപ്പിടിച്ചെന്ന് നിന്ന്. ഞങ്ങൾ 5 ആളും മറ്റേത് താത്താന്റെ ഒരു 4 ആളും കെട്ടിപ്പിടിച്ചെന്ന് നിന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സമാധാനമായി. പിന്നെ അപ്പോൾ അതിന് മുന്നേ കുറച്ച് റെസ്ക്യൂ ടീം നമ്മളെ വീടിന്റെ അടുത്തുള്ള പയ്യന്മാർ റോഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ വീട്ടിൽ ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് ഇച്ചിരി വെളിച്ചല്ലേ, ബാക്കി അവിടെ ഇല്ല, കറണ്ടൊന്നും ഇല്ല. അപ്പൊ അവരതിലേ പോകുന്ന ഞങ്ങൾ ടോർച്ച് അടിച്ച് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് പോകുന്ന പോക്കിലാണ് ഈ രണ്ടാമത് പൊട്ടുപൊട്ടിയെന്ന്. അവരിഞ്ഞ് പോയോ ഇനി ഓടി കയറിയോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ എല്ലാം പോയി. മോളെ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഒക്ടോബർ 27 കല്യാണം നിശ്ചയിച്ച്. ഞങ്ങളതിനെ ഒക്കെ സ്വരുക്കൂട്ടിക്കൊണ്ട് ഒന്നുമില്ല. വീട് ഒന്നായിട്ട് മല പൊട്ടി വന്ന് വീട്ടിന്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്നോർത്ത് ബെഡ് ഇങ്ങനെ തന്നെ പൊന്തുന്നു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് വെള്ളം വരുന്നുണ്ട്. പിന്നെ ഡോറൊന്നും തുറന്നിട്ട് കിട്ടില്ല. അവന് ഇത്രക്ക് ചളിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിന് അങ്ങനെ ഓടി രക്ഷപ്പെട്ട് കാലിന്റെ നഖവും കൈയും കാലും ഒക്കെ മുറിവായി. അങ്ങനെ അവിടുന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട്, ഒരു സെക്കൻഡിന്. അപ്പത്തിന് വീണ്ടും അടുത്ത പൊട്ട് പൊട്ടിയിട്ട് മരങ്ങളെല്ലാം നന്നായിട്ട് വരുന്നു. വീടെല്ലാം മൊത്തം പോയി. ഇനിയൊന്നുമില്ല. വീട്ടില് ചെറിയ മോളും